Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് iQOOന്റെ ഏറ്റവും പുതിയ സീരീസിലെ ഡിവൈസായ നിയോ സീരീസിലെ ഡിവൈസായ iQOO Neo 7 Pro ആണ്. അപ്പോൾ നമുക്കറിയാം നിയോ സീരീസ് എപ്പോഴും തന്നെ നല്ല മിഡ് റേഞ്ച് ഡിവൈസസ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ Neo 7 ഉണ്ടായിരുന്നു. അപ്പോൾ Neo 7 Pro എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ഹാർഡ്വെയർ ആണ്. അപ്പോൾ ഇത് ജൂലൈ 4-ാം തീയതിയാണ് ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആസ്പെക്ട്സിലേക്ക് പോകാം. ഇപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ ആക്ച്വലി നമുക്ക് അറിയുള്ളൂ. അതായത് കമ്പനി ഒഫീഷ്യലി ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ബാക്കിയൊക്കെ റൂമേർഡ് സ്പെക്സ് ആണ്. എങ്കിലും ബാക്കി കമ്പനി ഷെയർ ചെയ്ത ആദ്യത്തെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പാണ്. അതായത് നമ്മളിപ്പോൾ OnePlus 11R വന്ന അതേ ചിപ്പാണ് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പ്. വളരെ പവർഫുൾ ആയ ഒരു ചിപ്പാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്പായിരുന്നു. കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് സെറ്റ് ആയിരുന്നു. അപ്പോൾ അത്രയും പവർഫുൾ ആയ ചിപ്പാണ്. അപ്പോൾ ഇത്തവണ ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 2 വന്നല്ലോ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ പവർഫുൾ ആയത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മിഡ് റേഞ്ച് ഡിവൈസ് ആയത് OnePlus 11R പ്രൈസ് കാറ്റഗറിയിലേക്ക് ഇത്രയും പവർഫുൾ ആയ ചിപ്പ് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ പ്രൈസ് ഇപ്പോൾ നമുക്ക് അറിയില്ല, എങ്കിലും സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നല്ലൊരു പവർഫുൾ ചിപ്പാണ്. കാരണം അതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോറിന് ഓൾമോസ്റ്റ് 1 മില്യൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നല്ലൊരു പവർഫുൾ ചിപ്പാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. അത് കൺഫേംഡ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഡ്യുവൽ ചിപ്പാണ്. ഈ ഡ്യുവൽ ചിപ്പിൻ്റെ പ്രത്യേകം നമുക്കറിയാം. ഓൾറെഡി വിവോൻ്റെയും iQOOൻ്റെയും ഫോൺസിലൊക്കെ ഡ്യുവൽ ചിപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഡ്യുവൽ ചിപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 അതേപോലെ തന്നെ വേറൊരു ചിപ്പും കൂടെ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ചിപ്പ് എന്നാണ് അതിന് പറയുന്നത്. അത് ഗെയിമിങ്ങിനും അതേപോലെ ബാക്കിയുള്ള കാര്യത്തിനും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗെയിമിങ്ങിന് അഡീഷണൽ ചിപ്പ് വരുമ്പോൾ എന്താ വെച്ചാൽ കുറേ കൂടെ സ്മൂത്തർ ഗെയിം പ്ലേയും അതേപോലെ തന്നെ നല്ലൊരു ഗ്രാഫിക് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്പ് കൊടുത്തിട്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ചിപ്പ് IG ചിപ്പ് എന്നാണ് ഇതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഗെയിമിംഗ് ചിപ്പ് IG ചിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ആ ഡ്യുവൽ ചിപ്പാണ് iQOO Neo 7 Proയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് കൺഫേംഡ് ഇൻഫർമേഷൻ ആണ്. പിന്നെ പ്രോബ്ലി 2 വേരിയൻ്റ് ആയിരിക്കും, 8 128 12 256 സ്റ്റാൻഡേർഡ് ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ അതന്നെ നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു, ഈ 2 വേരിയൻസ്. പിന്നെ അറിയാൻ കഴിഞ്ഞ കാര്യം 120 Hz AMOLED ഡിസ്പ്ലേ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല കൂടിയ ഡിസ്പ്ലേ ആവാനാണ് ചാൻസ്. കാരണം iQOO അവരുടെ ഫോൺസിലൊക്കെ നല്ല ഒരു പ്രീമിയം ഡിസ്പ്ലേ തരാറുണ്ട്. കാരണം അതൊരു മിഡ് റേഞ്ച് ടു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് നല്ലൊരു പ്രോബ്ലി E5 അങ്ങനത്തെ AMOLED ഡിസ്പ്ലേ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എങ്കിലും 120 Hz AMOLED ആയിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ചാർജിങ്ങും ബാറ്ററിയാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ടാവും. അതേപോലെ 120 watt ഫ്ലാഷ് ചാർജാണ്. അത് നമുക്ക് വിവോൻ്റെയും iQOOൻ്റെയും ഫ്ലാഷ് ചാർജ് നമുക്കറിയാം, ഒരുപാട് ഫോൺസിൽ വന്നതാണ്. അത് 50% ചാർജ് ചെയ്യാൻ വെറും 8 മിനിറ്റ് മതി എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി iQOO 11 ടെസ്റ്റ് ചെയ്താണ്. 50% വെറും 8 മിനിറ്റിൽ ചാർജ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഡീറ്റെയിൽസ് അറിയാം. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ടത് Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ഓബ്വിയസ്ലി ഉണ്ടാവും. പിന്നെ iQOOൻ്റെ എന്താ പറയുക ഫൺ ടച്ച് OS, അതായത് വിവോൻ്റെ ഫൺ ടച്ച് OS 13 തന്നെയായിരിക്കും ഔട്ട് ഓഫ് ദ ബോക്സ് വരിക. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല, എങ്കിലും iQOO സാധാരണ നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് തരുന്ന ഒരു ബ്രാൻഡാണ്. കാരണം അവർക്ക് വളരെ ചുരുക്കം ഫോൺസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർ അപ്ഡേറ്റ്സ് തരാറുണ്ട്. അപ്പോൾ ഇതിലും അത് എക്സ്പെക്ട് ചെയ്യാം, എങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടില്ല. ഇനി നമുക്ക് ഡിസൈൻ ലാംഗ്വേജിൽ പറയുക വീണ്ടും നമുക്ക് അതിൻ്റെ കളറും അതേപോലെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ള ഓൾറെഡി കമ്പനി പറയുന്നുണ്ട്. ബാക്ക് ഒരു ലെതർ ഫിനിഷ് ഓറഞ്ച് കളറാണ് വരുന്നത്. ഇത് ഈ ഓറഞ്ച് മോൺസ്റ്റർ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കളർ iQOOൻ്റെ മുമ്പത്തെ ഒരു ഫോണിലും ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു iQOO 7 ആണെന്ന് എൻ്റെ ഓർമ്മ. അതിലും ഇതേ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളർ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, ഓറഞ്ച് കളർ. നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ചാണ്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ഫോണൊക്കെ ആകുമ്പോൾ അതുമാത്രമല്ല ലെതർ ഫിനിഷാണ്. പിന്നെ ക്യാമറ മോഡ്യൂളുണ്ടല്ലേ, നല്ലൊരു സ്റ്റൈലിഷ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈനും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഡീറ്റെയിൽസും ഇല്ല. പ്രോബ്ലി ഒരു 50 MP ക്യാമറ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് either 50 അല്ലെങ്കിൽ 64 ആയിരിക്കും. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡും. തേർഡ് ക്യാമറയെ കുറിച്ച് നമുക്ക് ഒരു അറിവുമില്ല. പ്രോബ്ലി 2 MP ആയിരിക്കും. ടെലിഫോട്ടോ വരാൻ ചാൻസ് ഇല്ല, കാരണം ആ പ്രൈസ് സെഗ്മെൻറ്റിൽ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ടെലിഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ വളരെ അടിപൊളി ഫീച്ചർ ആയിരിക്കും നമുക്ക് പറയാം. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ നമുക്ക് അറിവില്ല. അപ്പോൾ ഇതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ സ്പെക്സ് iQOO Neo 7 Pro. ഇപ്പോൾ ഇനി ഓൾമോസ്റ്റ് ലൈക്ക്
20 ഡേയ്സോളം ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പ്രോബബ്ലി കുറേ കൂടെ ഡീറ്റെയിൽസ് വരുമായിരിക്കും. എങ്കിലും നല്ലൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാറ്റഗറി ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കറിയാം OnePlus 11 Pro ഇതേപോലത്തെ സ്പെക്ക് ആയിട്ട് വരുന്നത് 39,999 ആയിരിക്കും ആണ് പ്രൈസിങ്. അതായത് ബേസ് 8,128 വളരെ അടിപൊളി പ്രൈസിങ് ആണ് OnePlus 11R. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്ന അതേ കോമ്പറ്റീറ്റീവ് ലെവലായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 38 to 40,000 ആയിരിക്കും ബേസ് വേരിയൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം iQOO എപ്പോഴും തന്നെ നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് തരാറുണ്ട്. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റ് ആയിരിക്കാനാണ് ചാൻസ്. കാരണം അതിലും കുറവ് വഴിയില്ല. കാരണം iQOO Neo 7 സ്റ്റാർട്ട് ചെയ്യുന്നത് 30,000 ആണല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ഇത് 35,000 മുകളിലായിരിക്കും Neo 7 Pro. കാരണം ഇത് അത്രയും പവർഫുൾ ചിപ്പാണ്. അപ്പോൾ എൻ്റെ ഒരു ഗസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 38 to 40,000 ഉള്ളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻറ്റ്. അത് കൂടിയ 256 12GB വേരിയൻറ്റും അതിനപ്പുറമായിരിക്കും 14 മുകളിലായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു iQOO Neo 7 Proൻ്റെ നമുക്ക് അറിയാൻ കഴിഞ്ഞ സ്പെക്സ്. അപ്പോൾ നമ്മൾ iQOO Neo 7 അൺബോക്സിങ്ങും ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.